തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ തൻ്റെ കാമുകിയെയും തൻ്റെ വീട്ടിലെ മറ്റ് 4 അംഗങ്ങളെയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ ഇന്ന് വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയാണ് കേരളത്തിൽ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ ഒരു മയക്കുമരുന്നിൻ്റെ വലിയ തരത്തിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഇവരിത് ഉപയോഗിക്കുന്ന ആളുകളാണ്, ഇവർക്ക് ആരാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ ബുദ്ധി മരവിക്കുന്ന രീതിയിലാണ് ഈ സാധനം കുത്തിക്കയറ്റുന്നത്, ഒരു തർക്കമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ അഫാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അഫാൻ നടത്തിയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു 2022 നടന്നൊരു കൊലപാതകം, ആലപ്പുഴയിലെ BJPയുടെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസൻ, അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ 2 കൊലപാതകങ്ങളുടെയും ശൈലി ഒരുപോലെയാണെന്ന് പറയുമ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ മാധ്യമപ്രവർത്തകരെ മുന്നിൽ തൻ്റെ ഭർത്താവിനെ എങ്ങനെയാണ് ഇവർ കൊലപ്പെടുത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഈ കൊലപ്പെടുത്തിയ ആളുകൾ ആരാണെന്നറിയാലോ, PFI എന്ന് പറയുന്ന നിരോധിത ഭീകരവാദ പ്രസ്ഥാനം. ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ കില്ലർ ടീം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ഏത് സമയത്തും ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഉടനടി കൊലപാതകം നടത്തുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ടീമാണ് ഈ പറയുന്ന ഇവരുടെ കില്ലർ ടീം. അപ്പോൾ ഈ ടീം രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീടിനകത്തേക്ക് കയറി വന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് വന്ന സമയത്ത് ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, തൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ രഞ്ജിത്തേട്ടനെ ഫസ്റ്റ് അടി വലിയ ആമർ വെച്ചുകൊണ്ട്, ചുറ്റിക വെച്ചുകൊണ്ട് മുഖത്താണ് അടിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഫസ്റ്റ് അടിക്ക് തന്നെ പല്ലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു രക്തപ്രവാഹവും ഉണ്ടായി, നിലത്ത് വീണ് കെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഫസ്റ്റ് അടി. രണ്ടാമത്തെ അടി അവർ പറയുന്നു 2ഉം 3ഉം തുടരെ ഈ പറയുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ തലക്ക് മാത്രം കൃത്യമായിട്ട് ബ്രെയിൻ തകരുന്ന രീതിയിലേക്കുള്ള അക്രമമാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ തല ശരിക്കും പറഞ്ഞാൽ അടിച്ച് പരത്തുന്ന രീതിയിലുള്ള അത്രക്ക് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. വികൃതമാക്കി കളഞ്ഞു. നമ്മൾ ആ ഫോട്ടോസൊക്കെ കണ്ടാൽ വലിയ രീതിയിൽ വികൃതമാക്കി രഞ്ജിത്തേട്ടൻ്റെ അല്ലെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസേട്ടൻ്റെ മുഖം ഇങ്ങനെ മാറ്റി മറിച്ചിരിക്കുന്നു. അത് കണ്ട് ഹൃദയം തകർന്നു പോവാത്ത ഒരാളും ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടാവില്ല. അത് കണ്ടു നിൽക്കാൻ പറ്റുന്നത് ജിഹാദികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഈ സുഡാപ്പി ഭീകരന്മാർക്ക് മാത്രമാണ്, അല്ലാതെ മറ്റൊരാൾക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത്രക്ക് വലിയ രീതിയിൽ ഒരു കൊലപാതകമായിരുന്നു. തൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിലിട്ടുകൊണ്ടായിരുന്നു ഈ ഒരു അക്രമം നടത്തിയത്. അവർക്ക് ഇനി ഒരു ഓണത്തിൻ്റെ ഒരു സമയത്താണ്, അവർക്ക് ഇനി ഓണം എന്നുള്ള സംഭവം ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഒരു സംഭവം അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താണ് ഈ നടന്നതെന്നുള്ളത്. അപ്പോൾ അന്ന് ഈ നടത്തിയ കൊലപാതകത്തിലെ പ്രതികൾക്ക് 15 പേർക്കും കോടതി വധശിക്ഷയാണ് വിധിച്ചത്. അപ്പോൾ കോടതി വധശിക്ഷ വിധിച്ചത് മാത്രമല്ല, ഇതിനോടകം തന്നെ ഇവരുടെ ക്രൂരമായിട്ടുള്ള മനോഭാവം എന്താണെന്നുള്ളത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് നിരോധനമാണ്. അപ്പോൾ ഈ കൊലപാതകം നടന്ന അതേ സെയിം അവസ്ഥയിലാണ് ഈ അഹാൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ അനിയനെയും കാമുകിയെയും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ മറ്റ് 2 അംഗങ്ങളെയും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചുറ്റിക കൊണ്ട് മാരകമായിട്ട് തലച്ചോറിന് മാരകമായിട്ടുള്ള ഒരു ആഘാതം സംഭവിക്കുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അനിയനെയും കാമുകിയെയും 25ഓളം പ്രാവശ്യമാണ് ചുറ്റിക കൊണ്ട് അടിച്ച് ഇവിടെ ഈ കസേരയിൽ ഇരുത്തുന്ന തരത്തിൽ ഇങ്ങനെ ഇരുത്തിന്. അപ്പോൾ മൃഗീയമായിട്ടുള്ള രീതിയിലുള്ള കൊലപാതകമാണ് ഈ പറയുന്ന അഹാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ PFI എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയാണോ ചുറ്റിക കൊണ്ട് അടിച്ച് അടിച്ച് മുഖം പരത്തി കൊലപ്പെടുത്തിയത്, അതേ സിറ്റുവേഷനിൽ തന്നെ ഈ അഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ കുടുംബക്കാരെയും ഇതുപോലെ തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ 23 വയസ്സുകാരന് ഇവരുടെയൊക്കെ വല്ല ബന്ധമുണ്ടാകുമോ? അപ്പം നമ്മൾ ഇവരെയൊക്കെ ഒരു പ്രായത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് സഞ്ജിത്ത് കൊലപാതകത്തിലെ പ്രതികളുടെയൊക്കെ ചിലവരുടെയൊക്കെ പ്രായം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ തന്നെ, എല്ലാവരും ഈ തീവ്രവാദ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇതുപോലെ ഈ കൊലപാതകം നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾ ഏകദേശം 15 അല്ലെങ്കിൽ ഒരു 30 താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ PFI ഒക്കെ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ തീവ്രവാദികൾ നടത്തിയിരിക്കുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടി ഒരു 50 പേരുണ്ടാവും. അത് ഈ കില്ലർ ടീമിലെ ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിന്റെ നേതാക്കന്മാർ 100ഓളം പേരാണ് ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്
നിരവധി ആളുകൾ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇതുപോലെ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അതൊരു തർക്കമില്ല. ഇതുപോലെയുള്ള ആളുകൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരത് എന്നെങ്കിലും ആരുടെയെങ്കിലും മേത്തൊക്കെ തീർക്കില്ലേ? അത് മറച്ചു വെക്കുമോ? കാരണം ഈ മാനസികാവസ്ഥയുള്ള, ഈ ഭ്രാന്തുള്ള, സുഡാപ്പി ഭ്രാന്തുള്ള ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തില്ല എന്ന് പോലീസിനോ സർക്കാരിനോ നമ്മൾക്കോ പറയാൻ സാധിക്കുമോ? ഇല്ല. അവർക്കൊരു അവരുടെ മൈൻഡിലേക്ക് ഒരു കൊലപാതകം നടത്തണമെന്ന് ഉള്ളൊരു ചിന്താഗതി വരുന്ന സമയത്ത് അവർ പഠിച്ച രീതി ഏതാണോ, പഠിച്ചതേ പാടൂ എന്ന് പറയുന്നത് പോലെ പഠിച്ച രീതി ഏതാണോ അതേ രീതി തന്നെ അവിടെ അവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇതാണ് ഇപ്പോൾ നടക്കുന്ന, അല്ലെങ്കിൽ വെഞ്ഞാറമൂട്ടിലേക്ക് നടന്നിരിക്കുന്ന കൊലപാതകമായിട്ട് നമ്മൾക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ്. ഒരു തർക്കവും വേണ്ട. ഇതുപോലെയുള്ള ഭീകരമായിട്ടുള്ള ആക്രമണം, മുഖത്ത് മാത്രം, മറ്റ് മുറിവുകളെ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല, മുഖത്ത് മാത്രം തലച്ചോറ് തകരുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ. ഇത് അഹാൻ നടത്തിയത് എവിടെ നിന്നുള്ള പരിശീലനം കൊണ്ടാണ്? അല്ലെങ്കിൽ ഈ 5 പേരെയും ഒരേ രീതിയിൽ തന്നെ കൊലപ്പെടുത്താനായിട്ട് ഇവൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഏത് രീതിയിലാണ്? ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടില്ല. ആ പെൺകുട്ടി കാമുകി ഇതൊന്ന് തിരിച്ചറിഞ്ഞു തോന്നും. പക്ഷെ അവര് ഇറങ്ങി ഓടുന്ന സമയത്തോ പുറകിൽ നിന്നാണ് ആദ്യത്തെ അടി കൊടുത്തത്. അടിച്ച് പിന്നെ കസാരയിൽ ഇരുത്തിയിട്ടുള്ള ഒരു കലാപരിപാടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഭ്രാന്തമായിട്ടുള്ള ചിന്താഗതി. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, പരിശീലനം ലഭിച്ചിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സുഡാപ്പികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സുഡാപ്പികളിൽ ഒന്നാണോ ഈ അഹാൻ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് മുന്നേ ആലപ്പുഴയിൽ തന്നെ മറ്റൊരു കൊലപാതകം കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അത് നന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആയിരുന്നു. ഒരു RSSന്റെ ശാഖ മുഖ്യ ശിക്ഷകായിരുന്നു ഈ നന്ദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇവരുമായിട്ട് SDPക്കാരുമായിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരുമായിട്ട് ഒരു ഉന്തും തള്ളും ഉണ്ടായ സമയത്ത് ഈ PFIയുടെ ആളുകൾ, ഇതുപോലെ കില്ലർ ടീം പെട്ടെന്ന് വന്നിട്ട് ഒരു അറ്റംപ്റ്റ് ഉണ്ട്. ശരീരത്തിൽ വേറെ മുറിവുകളോ വെട്ടുകളോ ഒന്നുമില്ല. പക്ഷെ വെട്ടുള്ളത് ഒരേ ഒരു സ്ഥലത്ത് മാത്രം, തലമുട്ടിൽ മാത്രമാണ്. കാരണം ഇതിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന ഫോട്ടോസ്, ബാക്കിലെ ഈ തലയുടെ അസ്ഥി ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു സംഭവമൊക്കെ, തലയൊട്ടി പൊളിഞ്ഞെടുക്കുന്ന ഫോട്ടോ നമ്മളെല്ലാവരും കണ്ട് മനസ്സ് മരവിച്ചാണ്. ഇതുപോലെ സമാനമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. ഇങ്ങനെ പരിശീലനം ലഭിച്ചിട്ടുള്ള കുറേ എണ്ണം ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവന്മാരാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ തങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുള്ള ആ ഒരു ത്വര വരുമ്പോൾ, ഇത് പഠിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവർ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ജിഹാദി ഗ്രൂപ്പുകൾ ഇത് മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് ആരെയൊന്നുമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതി, ഈ ചേരാത്ത അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ള നയം തന്നെയാണ്. ഇത് തന്നെയാണ് ഈ അഹാനും ചെയ്തിട്ടുള്ളത്. അഹാന്റെ വാപ്പ പറയുന്നത് ഇത്രമാത്രം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒന്നും അവനുണ്ടായിരുന്നില്ല, ഇത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തങ്ങൾക്കറിയില്ല. അത് അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും തൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇതുപോലെ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ കാണുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ, ആ പിതാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇതുപോലെയുള്ള അഹാനെ പോലെയുള്ള ആളുകൾ ഇതിനു മുന്നേ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇവൻ എത്തിപ്പെട്ടിട്ടുള്ള മേഖല ഏതാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച മേഖല ഏതൊക്കെയാണെന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥ ഉത്തരം ലഭിക്കുമെന്നുള്ളതിൽ തർക്കമില്ല.